5 വർഷങ്ങൾക്കപ്പുറമുള്ള എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകുന്നൊരു ഗിഫ്റ്റാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ടൈം ക്യാപ്സ്യൂളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഡയറി എടുത്തിട്ട് എന്തൊക്കെയാണ് ടൈം ക്യാപ്സ്യൂളിൻ്റെ അകത്ത് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ടൈം ക്യാപ്സ്യൂൾ വീഡിയോ ആവണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. 5 കൊല്ലങ്ങൾക്കപ്പുറം ഈ ടൈം ക്യാപ്സ്യൂൾ തുറക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തുറക്കുക എന്നുള്ളതിലുപരി ഞാനും ഇക്കയും കൂടെ അത് തുറക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. ഫ്യൂച്ചറിൽ എനിക്ക് വേണ്ടിയിട്ടൊരു ലെറ്റോ, ഇക്കാക്ക് വേണ്ടിയിട്ടൊരു ലെറ്റോ, ഇന്നത്തെ ദിവസത്തെ എൻ്റെ അനുഭവങ്ങൾ, പിന്നെ ഞാനും ഇക്കയും ഞങ്ങളുടെ മോളും തമ്മിലുള്ള കുറച്ച് നല്ല നിമിഷങ്ങളുടെ ഓർമ്മ, ഇതൊക്കെയാണ് ഞാൻ ക്യാപ്സ്യൂളിനകത്ത് ഇട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ സംസാരം മോഡലാക്കി പറഞ്ഞുകൊണ്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഫസ്റ്റ് വീഡിയോ അല്ലേ, കുറച്ച് കേട്ടാട്ടി പറയാൻ വിചാരിച്ചു. ഒരു പശ പോലും ഇല്ലാതെ എന്താണ് ഈ യൂട്യൂബിൽ വന്ന് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ കാണുന്ന ആരും വിചാരിക്കരുത് കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ തവിട് കൊടുത്ത് വാങ്ങിയ ഒരാളുണ്ട്. ആ ആളിൻ്റെ എല്ലാം ഞാൻ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചാലും അത് മൾട്ടി കൊണ്ടുപോകലാണ് അവളുടെ മെയിൻ പരിപാടി. പുതുതായിട്ട് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച അവൾ എൻ്റെ റൂമിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച മുതൽ ആ സാധനം എൻ്റെ റൂമിൽ കാണാണ്ടാവില്ല. പിന്നെ അത് എവിടെയാണെന്നുള്ളത് അവൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. എന്നാലോ അവളുടെ ആവശ്യങ്ങൾക്ക് അവൾക്ക് ആ സാധനം കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയ്ക്കും പശുവൊന്നും ഇല്ലാത്തവരാരും സങ്കടപ്പെട്ടിരിക്കണ്ടെന്നാണ്. നിങ്ങളെക്കാട്ടും ദാരിദ്ര്യം പിടിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ പശയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെയൊക്കെ ചോറിൻ്റെ വറ്റാട്ടോ, നമ്മൾ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെ. എൻ്റെ ഈ വീഡിയോ ഒട്ടും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് അഡിക്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ട് 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 ഭ്രാന്തായിട്ട് ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ, എനിക്കും ചെയ്യണം അതുപോലെ യൂട്യൂബ് വീഡിയോ. അങ്ങനെ നമ്മൾ ചാനലൊന്നും തുടങ്ങാതെ തന്നെ നമ്മൾ നമ്മുടെ ഫോണിൽ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ എടുത്ത് വെച്ച കുറേ വീഡിയോസ് ഉണ്ടാവുമല്ലോ. എൻ്റെ കയ്യിൽ ഒരുപാട് അങ്ങനത്തെ വീഡിയോസ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ കരുതി, എന്നാൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ. ലെറ്റർ എഴുതാനുള്ള എൻ്റെ പേജ് ഒരുവിധം ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, 5 കൊല്ലം കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഏതാവും ഇയർ. ബിസ്മിയും ചൊല്ലി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടോ. പക്ഷെ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. എഴുതാൻ വേണ്ടി പേന ബുക്കിൽ വെച്ചപ്പോഴാണ് എൻ്റെ മനസ്സിലൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. എന്നാലും 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള എന്നോട് ഞാൻ എന്താവും പറയുക. ആദ്യം സുഖമില്ലെന്ന് ചോദിക്കുമായിക്കാരല്ലേ, പിന്നെ മോളെ വിശേഷം ചോദിക്കുമായിക്കാരം, അത് ഉറപ്പാണ്. ഇക്കാൻ്റെ വിശേഷം ചോദിക്കും, ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഒക്കെ പാടെന്താന്നുള്ളത് ചോദിക്കും. ആ നിൻ്റെ ലൈഫിലെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്തോ ചോദിക്കും. അതെന്തായാലും ചോദിക്കും. കഴിഞ്ഞില്ലേ, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴായിട്ട് ശ്രദ്ധിച്ചത് ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്, 2 പുറമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണാവോ ഞാൻ ഇതിന് മാത്രം എഴുതി വെച്ചത്. അത് ശരി, ഇത് തീരും തോന്നണില്ല കേട്ടോ, അത് കുറേ എഴുതുന്നുണ്ടല്ലോ. എക്സാമിനും കൂടെ ഞാൻ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെയൊക്കെ ഞാൻ അന്ന് എഴുതിയെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല കളക്ടറേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ അവസാനം എനിക്ക് തന്നെ മടുത്ത് തോന്നുന്നു, പേനൊക്കെ താഴത്ത് കിട്ടുകയാണ്. അങ്ങനെ അവസാനം എൻ്റെ ലെറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മെനക്ക് വേണ്ടി പേരും ഒപ്പൊക്കെ കിട്ടുകയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് തോന്നുന്നു എനിക്ക് അതിൻ്റെ ഡെക്കറേഷൻ നല്ല ഇഷ്ടമായി. കത്തൊന്നും കൂടെ വായിച്ചു നോക്കി, ധൃതങ്ക പുളകിത് അതിൻ്റെ ശേഷം ഞാനത് മടക്കി വെച്ചിട്ടാണ്. ഇനി അതിന് ഒരു കത്തും കവർ ഉണ്ടാക്കണം, എൻവലപ്പ് ഉണ്ടാക്കണം. 13 ആനി അതിക്കൊരു കുതിരയും തരാറിഞ്ഞാൽ ഇനി ഈ പണിക്ക് ഞാനില്ല. അല്ലോ നല്ല കഷ്ടപ്പാടുണ്ട് ഈ എൻവലപ്പ് ഉണ്ടാക്കാൻ. എന്നാലും എനിക്കത്രം പോകുന്നൊന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പരിപാടിക്ക് ഞാൻ ഇല്ലേനെ. ഇതൊന്നും ഇന്നെപ്പോലെ മടിയന്മാർക്ക് പറ്റണ പണിയല്ല എന്നുള്ളത് ഇപ്പൊക്കെ മനസ്സിലായി. അങ്ങനെ ഫ്യൂച്ചറിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള കത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് വിറ്റ് തുടങ്ങണത്. യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ എൻവലപ്പ് നോക്കുമ്പോൾ അതിൻ്റെ മേലെ എസ്തെറ്റിക് ആയിട്ടൊരു സ്റ്റാമ്പ് ഉണ്ടാവും. ഞാനും അതേമാതിരി എസ്തെറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ്, മറ്റേ ക്രയോൺ വെച്ചിട്ട്. ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല എസ്തെറ്റിക് ആയിട്ടില്ലേ. ആ പിങ്ക് പേപ്പർ കഷ്ണം കൂടി വെച്ചപ്പോൾ ക്യൂട്ട്നെസ് ഓവർലോഡായി. ദൈവമേ, പാവങ്ങൾക്ക് ഇത്രയും കഴിവ് തരരുതേന്ന് മാത്രമൊക്കെ പഠിച്ചവനോട് പറയാനുള്ളൂ. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ മതി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്തോ ഒരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇനിയും ക്യൂട്ടാകാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പേപ്പറും കഷ്ണം അവിടെ എസ്തെറ്റിക്കായിട്ട് വീണ്ടും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കഴിവുള്ളവരുടെ ഓരോരോ ലൈഫ് പ്രോബ്ലംസ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഡയറി ആയിട്ട് ഞാൻ അടുത്തതായിട്ട് എഴുതിയത് 5 കൊല്ലം മുമ്പുള്ള തെസ്നിൻ്റെ ഒരു ദിവസം. 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള തെസ്നി വായിക്കുന്നത് ആലോചിച്ച് ഞാൻ കുറേ നേരം അന്തം വിട്ടിരുന്നു. ഇനിയിപ്പോൾ ഇതാണ് ഇംഗ്ലീഷുകാർ പറഞ്ഞ ടൈം മെഷീന്. ലെറ്ററിനെ പുതിയെണ്ണാക്കിയതുകൊണ്ട് തന്നെ എൻ്റെ നടും പുറമൊക്കെ ആകെ ഒരു വിധമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഡയറിനെ പുതിയെണ്ണാക്കാൻ ഞാൻ നിന്നില്ല. ഡയറി പിന്നെ ഏതുറക്കത്തിലും നീറ്റിരുന്ന് ഞാൻ നല്ല ഉഷാറായിട്ട് എഴുതും. കാരണം 4ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഡയറി എഴുതാണ്ടായിരുന്നു. അപ്പോൾ എന്നും ഡയറി എഴുതണം, പക്ഷെ സാർ ഇത് നോക്കൂല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, കുറച്ച് കുട്ടികൾ ഉടായിപ്പിറക്കി. രാവിലെ 6 മണിക്ക് എണീറ്റു, പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ചു, നമസ്കരിച്ചു, മദ്രസിൽ പോയി. 8 മണിക്ക് മദ്രസ വിട്ടു, 9 മണിക്ക് സ്കൂളിൽ പോയി, 4 മണിക്ക് സ്കൂളിൽ നിന്നും വീട്ടിലെത്തി, 10 മണിക്ക് ഉറങ്ങി. ഒരു ദിവസം സാറ് ഡയറി ചെക്ക് ചെയ്ത്, എൻ്റെ ഡയറിയിലാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ സ്കൂളിൽ വന്നിരുന്ന് ഡയറി എഴുതണ എനിക്ക് ഇവിടുന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനൊക്കെ നേരം. അങ്ങനെ കൂടെ പഠിക്കണവരെ മുന്നിൽ വെച്ച് സാറിൻ്റെ ഒക്കെ എന്നുള്ള ചൂരൽ കഷായം കിട്ടി ആനന്ദാശ്രു പൊഴിച്ച് ഞാൻ സീറ്റിൽ തന്നെ പോയിരുന്നു. ആ അനുഭവം എപ്പോഴും എനിക്ക് മറക്കാൻ പറ്റൂല. എൻ്റെ കുഞ്ഞു ഹൃദയം വന്ന് എത്ര പോലും വേദനിച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വാചകടിൻ്റെ ഇടയിൽ ഡയറി എഴുതി കഴിഞ്ഞത് അറിഞ്ഞില്ല. ഡയറി എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ടെൻഷൻ ഇനിയിപ്പോൾ ഈ ഡയറി ഇട്ടേക്കാണ് ഒരു കവർ ഉണ്ടാക്കേണ്ടി വരുമല്ലോ എന്നായിരുന്നു. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കുന്നില്ല, എന്നെക്കൊണ്ട് നടക്കും തോന്നുന്നില്ല. ഒരു വീഡിയോക്ക് ഒരു എൻവലപ്പ്, അതാണ് നമ്മുടെ കണക്ക്. ഇട്ടേക്കാൻ കവറില്ലെങ്കിൽ എന്താ, ആ പേജ് ഒന്ന് നോക്ക്, എന്താ ഒരു ക്യൂട്ട്നെസ്. ഡെക്കറേഷൻ ചെയ്തിട്ട് എൻ്റെ കൊതി അങ്ങോട്ട് മാറണില്ല. വർഷം കൂടി എഴുതിയേക്കാന്ന് കരുതി. ഇനിയിപ്പോൾ തുറന്നു നോക്കുമ്പോൾ 2025 മനസ്സിലായിക്കോട്ടെ. ഈ ഓവറാക്കി ചളാക്കുക എന്ന് കേട്ടുക നിങ്ങൾ, അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത്. എന്തൊക്കെയോ കാട്ടി വെക്കുന്നുണ്ട്. ക്യൂട്ട്നെസ് ആണാല പടച്ചോനെ, ആരുമില്ല ഇതൊന്ന് കണ്ട് ചിരിക്കാൻ. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രിയതമ എഴുതിയ കത്ത് 5 കൊല്ലം കഴിഞ്ഞിട്ട് വായിക്കാന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അല്ലേ. ആ അനുഭൂതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇത് വേറെ ആർക്കും വേണ്ടിയിട്ടുള്ളതല്ല, എൻ്റെ പ്രിയപ്പെട്ട മിസ്റ്റർ കെട്ടിയോൻക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ഒന്നിച്ചിരുന്ന് വായിക്കാനുള്ള വിധി പഠിച്ചോ ഞങ്ങൾക്ക് തരട്ടെ, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട കെട്ടിയോൻക്ക് വേണ്ടിയിട്ട് സ്നേഹത്തിൽ ചാലിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും അത് ബാധ്യതകളുടെ ലിസ്റ്റും പ്രാരാബ്ദവും ഇക്കാരം. പിന്നെ ദുബായിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതും ആവും. എഴുത്തിൻ്റെ ഒരു ഇരിപ്പുവശം കണ്ടിട്ട് ഞാനിത് പറയാൻ ബാക്കി വെച്ച പായ്യരങ്ങളൊക്കെ പറഞ്ഞു തീർക്കാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഫോണിൽ കൂടി പറഞ്ഞ് മതിയാവാഞ്ഞിട്ട് അവളിഞ്ഞിപ്പോൾ കത്തെഴുതിയെടുത്ത് വെക്കുന്നത് പണി വരുന്നുണ്ട് അവറാച്ചാന്നാവും മിക്കവാറും എൻ്റെ കെട്ടിയോൻ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നത്. 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നാലും ഞാൻ എന്തൊക്കെയോ എഴുതി കൂട്ടി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മ വന്നപ്പോൾ ഉമ്മ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ പൊത്തി പിടിക്കണോണ്ട് കേട്ടോ. എന്ത് തരം ജീവിയാണോ എന്തോ ഞാൻ. എൻ്റെ ലവ് ലെറ്റർ കണ്ട് ആരും ഞെട്ടണ്ട, നമുക്കത് വേഗം മടക്കി ഭദ്രമായിട്ട് എടുത്തു വെക്കാം. അല്ല, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, നമുക്കതിനെ എസ്തെറ്റിക് കുട്ടപ്പനാക്കണ്ടേ. ആസ് യൂഷ്വൽ എസ്തെറ്റിക്. ആരാണോ ഈ എസ്തെറ്റിക് എന്നുള്ള വാക്കൊക്കെ കണ്ടെത്തിയത്? ഇപ്പോൾ എന്ത് പറഞ്ഞാലും ക്യൂട്ട്, എസ്തെറ്റിക് ക്യൂട്ട്, ഇത് മാത്രം എൻ്റെ വായിൽ വരുള്ളൂ. അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ലവ് ചിഹ്നങ്ങൾ വരച്ചു കൊടുത്ത് ഞാൻ ആ ലവ് ലെറ്ററിനെ ഒന്നും കൂടെ പ്രണയാധുരമാക്കുന്നുണ്ട്. ഈ വാക്കൊക്കെ മലയാളത്തിലുള്ളതാണല്ലോ അല്ലേ. എന്തായാലും നല്ല വെയിറ്റുള്ള വാക്ക്, നമുക്കിത് എടുത്തേക്കാം, ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ യൂസ് ചെയ്യാമല്ലോ. ഞാൻ കുറച്ച് ചളിയാവുണ്ടോ എന്നൊരു ഡൗട്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഞാനാവില്ല, എന്തായാലും വീഡിയോ അവസാനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഞാൻ. കാരണം ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയ പോലെയാണ് സംസാരിക്കുന്നത്. വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര നാണം കുടുങ്ങിയായിരുന്നു. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ പ്രശ്നം, ആരോടും അധികം സംസാരിക്കൂല. ഇനിയിപ്പോൾ സംസാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിർത്താൻ ഭയങ്കര പണിക്കാരം. പിൻട്രസ്റ്റിൽ പോയിട്ട് എസ്തെറ്റിക് ക്യൂട്ട് അസൈൻമെൻറ്റ് ബോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന ഡിസൈനാണിത്. ഒരുപാട് കാലമായിട്ട് ഞാനത് നോട്ടിട്ട് വെച്ചിരുന്നു, എനിക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് അതിനെക്കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടുള്ളത്. 5 വർഷങ്ങൾക്കപ്പുറം 2030 ജനുവരി 1-ാം തീയതി ഞാൻ ഈ ടൈം ക്യാപ്സ്യൂൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സുഖം ഉണ്ടാവണം. എൻ്റെ ഡ്രീംസ് എല്ലാം ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രീംസാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ഡ്രീംസ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ ഏതൊക്കെയാണ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ പേപ്പർ വർക്ക്സൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനും കൂടെ ഒന്ന് മടക്കി സെറ്റാക്കി എടുത്തു വെക്കണം. അതോടുകൂടി എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞ്. പക്ഷെ അത് മാത്രം പോരല്ലോ, കുറച്ച് മെമ്മറീസും കൂടെ വേണ്ടേ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇക്ക തന്നിട്ടുള്ള ഗിഫ്റ്റ് സെറ്റിൽ ഉണ്ടായിരുന്നതാണ്. ഇതൊരു ഇൻകംപ്ലീറ്റ് ഫ്രെയിം ആട്ടോ. ഇതിൽ എൻ്റെയും മിലു ബേബീൻ്റെയും മാത്രം ഹാൻഡുള്ളൂ. ഇത് ഇക്ക എനിക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആട്ടോ, ഒരു ക്യൂട്ട് കണ്ണാടിയാണത്. ഇത് പിന്നെ ഞാൻ പഠിച്ച കോളേജിൽ എൻ്റെ ID കാർഡാണ്. ഇതൊരു മെമ്മറി ആണല്ലോ. പിന്നെ കുറച്ച് സീഷെൽസ്, ഞാനും മിലു ബേബിയും കൂടെ വയനാട് പോയപ്പോൾ അവിടുന്ന് എടുത്തതാട്ടോ കല്ല്. മെമ്മറീസ് എല്ലാം ഞാൻ ഈ ഒരു ബോക്സിലാണ് എടുത്തു വെക്കുന്നത്. ഈ ഒരു ബോക്സ് കിട്ടാൻ ഞാൻ കഷ്ടപ്പെട്ടൊരു പാട്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത നേരത്തെ എല്ലാതും നമ്മുടെ കൺമുന്നിലുണ്ടാവും. എന്നാൽ നമുക്കൊരു ആവശ്യം വന്നാലോ, ആശയിട്ട് നോക്കിയാൽ പോലും ഒരൊറ്റ സാധനം കാണാണ്ടാവില്ല. എന്തായാലും അങ്ങേയറ്റ സന്തോഷത്തോടും കൗതുകത്തോടും ആകാംക്ഷയോടും കൂടിയിട്ട് ഞാൻ എൻ്റെ ഈ ബോക്സ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നായി അടുക്കി പെറുക്കി വെച്ചു. ലാസ്റ്റ് ഈ ഒരു ബോർഡും മേലെ വെച്ച് കൊടുത്തു. മെല്ലെ ഈ ബോക്സ് അങ്ങോട്ട് അടച്ചു കൊടുത്തു. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ എന്നെ പുച്ഛത്തോടു കൂടി നോക്കിക്കണ്ട്. അമ്മ ചോദിക്കും എന്നോട്, ഇതെന്താ മാങ്ങ ഉപ്പിലിട്ടൊക്കെ എടുത്തേക്കണ മൈരാണോ ഈ സംഭവം? എന്താപ്പം ഞാൻ അതിന് പറയുക.
ആ ഏകദേശം അതൊക്കെ തന്നെ.